പെട്ടെന്നൊരു ഉണ്ണിയപ്പം കഴിക്കാൻ തോന്നിയാൽ അരിയിട്ട് അത് കുതിർന്നു വന്ന് അത് അരച്ച് പിന്നെ അത് പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടപ്പാടാണല്ലേ. അപ്പോൾ ഇനി എപ്പോഴൊക്കെ കഴിക്കാൻ തോന്നുന്നു അപ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈസി ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് 1 കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇടിയപ്പപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ശേഷം ഒരു 1/2 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂണോളം റവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഒരു 1.5 കപ്പോളം ജാഗ്രി പൗഡറാണ്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് അതിലെ കട്ടകളെല്ലാം ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. ശേഷം ആ ചൂടോട് കൂടി തന്നെ നമുക്ക് ആ പൊടിയിലേക്ക് ഇതിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്യരുത് കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമാണ്. അപ്പോൾ അതാ നല്ല ചൂടോടുകൂടി തന്നെ അതിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിന് കുഴപ്പമില്ല. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലേക്ക് ഒരു 2 ഏലക്കയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം പാളയംകുടം പഴം ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. അപ്പോൾ എനിക്കവിടെ ഇത് കിട്ടാത്തത് കൊണ്ട് ഞാനത് ഞാലിപ്പൂവനാണ് 2 പഴം എടുത്തിരിക്കുന്നത്. അതും ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ശേഷം തേങ്ങാക്കൊത്തും കുറച്ച് എള്ളും കൂടി നെയ്യിൽ ഫ്രൈ ആക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു 1/4 ടീസ്പൂണോളം സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് മാക്സിമം വെച്ചാൽ മതിയാവും. എന്നിട്ട് നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഒരു പകുതിയോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കോരി ഒഴിച്ച് ഇതുപോലെ നമുക്ക് തിരിച്ച് ഇട്ടിട്ടൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഉണ്ണിയപ്പം കഴിക്കാൻ തോന്നിയാൽ ഒട്ടും മടിക്കണ്ട കേട്ടോ. വേഗം ഈ റെസിപ്പി ട്രൈ ചെയ്തോളൂ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. വീണ്ടും കാണാം. Bye.